ഹായ് ഓൾ 2025 ജൂലൈ മാസത്തിൽ നടന്നിട്ടുള്ള സെക്ട് ഹിസ്റ്ററി എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ചോദ്യം ഇതാണ്: ദ മെത്തേഡ് വിച്ച് ഹെൽപ്സ് ദ ഹിസ്റ്റോറിയൻ ടു ചെക്ക് ദ ഒതന്റിസിറ്റി ഓഫ് എ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്. ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റിന്റെ ഒതന്റിസിറ്റി മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു ഹിസ്റ്റോറിയനെ ഹെൽപ്പ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏത് ക്രിറ്റിസിസം ആണ് അല്ലെങ്കിൽ ഏത് മെത്തേഡ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ് അല്ലെ. എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സിന്റെ ഒതന്റിസിറ്റി മനസ്സിലാക്കുന്നതിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഒന്ന് ഇന്റേണൽ ക്രിറ്റിസിസം, അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ്. അതിൽ ഈ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. എന്ത് പേരില? ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ ക്രിറ്റിസിസം നമ്മൾ നോക്കുന്ന സമയത്ത് ഹെർമിന്യൂട്ടിക്സ് എന്നുള്ള പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇത്തരത്തില് രണ്ട് ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റിന്റെ ഒതന്റിസിറ്റി മനസ്സിലാക്കുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്റേണൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസം, അതുപോലെ തന്നെ ഹെർമന്യൂട്ടിക്സ് എന്താണ്, ഹ്യൂറിസ്റ്റിക്സ് എന്താണ്, ഏത് മെത്തേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് നിൽക്കുന്നത് എന്നുള്ളത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. അപ്പൊ അത് ഇവിടെ അങ്ങ് പഠിച്ചു വെക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക്